കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ ലിസ്യുവിലെ വിശുദ്ധ ചെറുപുഷ്പത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 44-ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ കാണുക വിശ്വാസത്തെക്കുറിച്ചാണ്, ഫെയ്ത്ത്. കൊച്ചുത്രേസ്യയുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള ദർശനങ്ങളിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് ഈ മേഖലകളിൽ അവളെ സ്വാധീനിച്ചിട്ടുള്ളവരിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് വിശ്വാസത്തിൻ്റെ സ്വഭാവത്തെയും ദൈവത്തിലുള്ള അടിയുറച്ച ആശ്രയത്വത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആത്മീയ വീക്ഷണത്തെ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് ആവിലായിലെ വിശുദ്ധ തെരേസ പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിലൂടെയും ദൈവവുമായുള്ളൊരു ബന്ധം ആഴത്തിലാക്കുന്നതിലുള്ള അമ്മ ത്രേസ്യയുടെ ഊന്നൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആത്മീയതയോടുള്ള സമീപനത്തിന് പ്രചോദനകരമായി തീർന്നിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഹെബ്രായർക്കുള്ള ലേഖനമാണ് 11-ാം അധ്യായം 1-ാം വാക്യം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഈ വാക്യത്തിൽ വിശ്വാസത്തിൻ്റെ സാരാംശം ഉൾക്കൊള്ളുന്നതായിട്ട് വിശുദ്ധ കൊച്ചുത്രേസ്യ തിരിച്ചറിഞ്ഞു. രണ്ടാമതായിട്ട് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 20-ാം വാക്യം. നിങ്ങൾക്ക് കടുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. ഈ വാക്യത്തിൽ നിന്നും ഏറ്റവും ചെറിയ വിശ്വാസത്തിൻ്റെ ശക്തി പോലും വിശുദ്ധ കൊച്ചുത്രേസ്യ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുകയുണ്ടായി. സ്നേഹമുള്ളവരെ, പുണ്യവതിയുടെ വിശ്വാസത്തിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് നോക്കുമ്പോൾ ഇതിനെ 5 തലങ്ങളിൽ നിന്ന് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ഫെയ്ത്ത് ആസ് ട്രസ്റ്റ് ഇൻ ഗോഡ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള അടിയുറച്ച ഒരു ആശ്രയത്വമാണ്. രണ്ടാമതായിട്ട് ദ സിംപ്ലിസിറ്റി ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിലെ ലാളിത്യം. മൂന്നാമതായിട്ട് ഫെയ്ത്ത് ത്രൂ ലവ്, സ്നേഹത്തിലൂടെ വിശ്വാസം. നാലാമതായിട്ട് ഫെയ്ത്ത് ഇൻ സഫറിങ്, സഹനങ്ങളിലുള്ള വിശ്വാസം. അഞ്ചാമതായിട്ട് കണ്ടിന്യൂസ് ഗ്രോത്ത് ഇൻ ഫെയ്ത്ത്, അനുദിന ജീവിതത്തിൽ തുടർച്ചയായിട്ട് വിശ്വാസത്തിലുള്ള വളർച്ച. സ്നേഹമുള്ളവരെ, ഈ 5 വശങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ആഴത്തിൽ കാണാം. ഒന്നാമതായിട്ട് ഫെയ്ത്ത് ആസ് ട്രസ്റ്റ് ഇൻ ഗോഡ്. വിശ്വാസം എന്നാൽ അടിസ്ഥാനപരമായി ദൈവത്തിൻ്റെ നന്മയിലും സ്നേഹത്തിലും വിശ്വസിക്കുക എന്നതാണ്. പ്രത്യേകിച്ച് പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും സമയങ്ങളിൽ എന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ ഊന്നി പറയുന്നുണ്ട്. അപ്പോൾ വിഷമ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ നന്മയിലും സ്നേഹത്തിലും വിശ്വസിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആശ്രയിക്കുവാനായിട്ട് വിശ്വാസം നമ്മെ പ്രേരിപ്പിക്കുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിച്ചു വച്ചിരിക്കുന്നു: എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്നത് സ്നേഹിക്കുക, ആശ്രയിക്കുക, ദൈവത്തിൻ്റെ നന്മയിൽ പ്രത്യാശിക്കുക എന്നിവയാണ്. അവൾ വളരെ ക്ലിയർ ആയിട്ടാണ് പറയുക. വിശ്വാസം എന്ന് പറയുന്നത് സ്നേഹവും ആശ്രയവും ദൈവത്തിൻ്റെ നന്മയുള്ള പ്രത്യാശയുമായിട്ട് എന്നിൽ രൂപപ്പെടുന്നു. അവൾ എഴുതിയൊരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ ദൈവത്തിൻ്റെ കരുണയിലും സ്നേഹത്തിലും ആശ്രയിക്കുന്നു, ഞാൻ ദൈവത്തെ കാണാത്തപ്പോൾ പോലും. അപ്പോൾ അവളുടെ അടിയുറച്ച ഈ ആശ്രയത്തെ എന്ന് പറയുക ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുണത്തിലുള്ള ദൈവത്തെ ദർശിക്കുവാനായിട്ട് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ പോലും അവൾ അപ്രകാരം ആശ്രയിക്കുന്നു എന്നാണ് അവൾ പറഞ്ഞു വയ്ക്കുക. രണ്ടാമത്തെ തലം എന്ന് പറയുക ദ സിംപ്ലിസിറ്റി ഓഫ് ഫെയ്ത്ത്. അമിതമായ ആകുലതകളോ സംശയങ്ങളോ ഇല്ലാത്ത വിശ്വാസം ലളിതവും ശിശുപരവുമായിരിക്കണമെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ വിശ്വസിച്ചിരുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു: ദൈവത്തിൻ്റെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ വിശ്വസിച്ച് ഒരു ശിശുവാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കിക്കേ, ഒരു ശിശുക്കളുടെ വിശ്വാസത്തിന് അത്രമാത്രം സിമ്പിളായിട്ടാണ് അവൾ വിശ്വാസത്തെ കാണുക. അവൾ സഹോദരി സെലിൻ എഴുതിയൊരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: വിശ്വാസം ഒരു ശിശുവിൻ്റേതുപോലെ ലളിതമായിരിക്കണം, അതിന് വലിയ ധാരണകൾ ആവശ്യമില്ല.
ശിശുതുല്യമായ വിശ്വാസം. ഒരു ശിശു എങ്ങനെയാ പിതാവിൽ ആശ്രയിക്കും, അതുപോലുള്ള ഒരു ആശ്രയത്തെ, അതിന് വലിയ കണക്കൂട്ടലൊന്നും വേണ്ട എന്നാണ് സഹോദരിയോട് കൊച്ചുത്രേസ്യ പറയുക. മൂന്നാമത്തെ തലം എന്ന് പറയുക ഫെയ്ത്ത് ത്രൂ ലവ്. മറ്റുള്ളവരോടുള്ള സ്നേഹത്തിൻ്റെയും ദയയുടെയും പ്രവൃത്തികളിലൂടെയാണ് യഥാർത്ഥ വിശ്വാസം പ്രകടിപ്പിക്കുന്നതെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ പഠിപ്പിക്കുന്നു. അവളുടെ ആത്മകഥയിൽ അവളിങ്ങനെ കുറിക്കുന്നു: ദൈവം നമ്മെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി. അപ്പോൾ വിശ്വാസത്തെ സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് അവൾ പിടിച്ചെടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുകയാണ്. ഈ സ്നേഹം മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ച് കൊടുക്കുന്നതാണ് യഥാർത്ഥമായ വിശ്വാസം. അവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: സ്നേഹം വിശ്വാസത്തിൻ്റെ പുഷ്പമാണ്, അത് ദയയിൽ പൂക്കുന്നു. നോക്കിയേ, സ്നേഹത്തെ വിശ്വാസത്തിൻ്റെ വളർച്ചയായിട്ട് പൂത്തുലയുന്നതായിട്ട് കൊച്ചുത്രേസ്യ മനസ്സിലാക്കിയിരുന്നു. നാലാമത്തെ തലം എന്ന് പറയുക ഫെയ്ത്ത് ഇൻ സഫറിങ്. ഒരുവൻ്റെ വിശ്വാസവും ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള ആശ്രയത്വവും ആഴത്തിലാക്കാനുള്ള അവസരമായിട്ടാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ തൻ്റെ ജീവിതത്തിലുണ്ടായ സഹനങ്ങളെ കണ്ടിരുന്നത്. അവളുടെ ആത്മകഥയിൽ അവളിങ്ങനെ പറയുന്നു: എൻ്റെ വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയത്വവും ആഴപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമാണ് സഹനങ്ങൾ. അപ്പോൾ ജീവിതത്തിലേക്ക് സഹനങ്ങൾ കടന്നു വന്നപ്പോൾ അതിസ്വാഭാവികമായി എന്തോ സംഭവിച്ചതല്ല കൊച്ചുത്രേസ്യ കാണുക. അവൾ പറയുക, ഇതെന്നെ ആഴമേറിയിട്ട് ദൈവത്തിൽ വിശ്വസിക്കാനും പരിപൂർണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുവാനും ഈ സഹനങ്ങൾ എന്നെ സഹായിച്ചു എന്നാണ്. അവളുടെ സഹോദരി സെലിന് ഇങ്ങനെ എഴുതുന്നുണ്ട്: എൻ്റെ വേദനയിൽ ഞാൻ ദൈവവുമായി ഒരു അടുത്ത ബന്ധം കണ്ടെത്തുന്നു. അപ്പം ജീവിതത്തിലുണ്ടായ സഹനങ്ങളെ അവൾ മറ്റൊന്നുമായിട്ടല്ല, ദൈവത്തിൽ കൂടുതൽ ആഴപ്പെടുവാനുള്ള കൃപ ലഭിക്കുന്നതായിട്ട്, ആഴങ്ങളിലേക്ക് നയിക്കുന്നതായിട്ട് കണ്ടിരുന്നു എന്നാണ് സഹോദരിക്ക് അവൾ കുറിച്ചു കൊടുക്കുക. ഇതിൻ്റെ അഞ്ചാമത്തെ തലം എന്ന് പറയുക കണ്ടിന്യൂസ് ഗ്രോത്ത് ഇൻ ഫെയ്ത്ത്. ദൈവവുമായുള്ള ആഴത്തിലുള്ള ധാരണയും ബന്ധവും തേടിക്കൊണ്ട് ജീവിതത്തിലുടനീളം ഒരാളുടെ വിശ്വാസം പോഷിപ്പിക്കുകയും വളർത്തുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം വിശുദ്ധ കൊച്ചുത്രേസ്യ എടുത്തു കാണിക്കുന്നുണ്ട്. അവളുടെ ആത്മകഥയിൽ അവളിങ്ങനെ കുറിക്കുന്നു: വിശ്വാസം ഒരു യാത്രയാണ്, ദൈവത്തിലേക്കുള്ള നിരന്തരമായ കയറ്റമാണ്. വിശ്വാസം എന്ന് പറയുന്ന ഒരു ഒറ്റ ഇൻസിഡൻ്റ് അല്ല. അവൾ പറയാണ്, ഇതൊരു നീണ്ട യാത്രയാണ്, ദൈവത്തിലേക്ക് നമ്മളിങ്ങനെ വിശ്വാസത്തിലൂടെ കയറി പോകുന്നുവെന്ന്. അവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ എഴുതുന്നു: ദൈവത്തെ കൂടുതൽ ആഴത്തിൽ അന്വേഷിച്ചുകൊണ്ട് ഓരോ ദിവസവും വിശ്വാസത്തിൽ വളരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വിശ്വാസം അവർ പറയുന്നത് സ്ഥായിയായിട്ട് നിൽക്കുകയല്ല, ഞാൻ ദൈവത്തിലേക്ക് കൂടുതലായിട്ട് ആശ്രയത്വം കൊടുത്തുകൊണ്ട് ഓരോ ദിവസവും ഇങ്ങനെ വിശ്വാസത്തിൽ വളർന്നു വരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വിശ്വാസത്തെ 5 തലങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ആത്മീയതയെയും മനഃശാസ്ത്ര തലങ്ങളെയും സാമൂഹ്യ തലങ്ങളെയും സ്വാധീനിച്ചിട്ടുള്ളതെന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ആത്മീയ തലം. വിശ്വാസത്തോടുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സമീപനം ദൈവവുമായുള്ള ആഴമേറിയതും കൂടുതൽ വ്യക്തിപരമായ ബന്ധം വളർത്തിയെടുക്കുകയും നിരുപാധികമായി ആശ്രയിക്കുവാനും സ്നേഹിക്കുവാനും വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് മനഃശാസ്ത്രപരമായ തലം. അവളുടെ ഉൾക്കാഴ്ചകൾ ജീവിത വെല്ലുവിളികളെ തരണം ചെയ്യുന്നതിൽ വിശ്വാസത്തിനും ഊന്നൽ നൽകുന്ന ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നു. അത് വൈകാരികമായ പ്രതിരോധ ശേഷിക്ക് ഏറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മൂന്നാമതായിട്ട് സാമൂഹിക തലം. വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി പ്രവർത്തിക്കാൻ വ്യക്തികളെ പ്രേരിപ്പിക്കുകയും അതുവഴി സമൂഹത്തിൽ ഐക്യവും അനുകമ്പയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി സ്പിരിറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഈ സന്ദേശങ്ങൾ. സ്നേഹമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ വിശ്വാസത്തിൻ്റെ തലങ്ങളിലൂടെ യാത്ര ചെയ്ത് നമുക്ക് നമ്മോട് തന്നെ ചില ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഒന്നാമതായിട്ട്, എൻ്റെ അനുദിന ജീവിതത്തിൽ എനിക്കെങ്ങനെ ശിശുതുല്യമായ വിശ്വാസം വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും? രണ്ടാമതായിട്ട്, മറ്റുള്ളവരോടുള്ള എൻ്റെ പ്രവർത്തനങ്ങളെ എൻ്റെ വിശ്വാസം ഏതെല്ലാം വിധത്തിൽ സ്വാധീനിക്കുന്നുണ്ട്? മൂന്നാമതായിട്ട്, സഹനങ്ങളോട് ഞാൻ എങ്ങനെ പ്രതികരിക്കും? എൻ്റെ വിശ്വാസം ശക്തിപ്പെടുത്തുവാനായിട്ട് എനിക്ക് അതെങ്ങനെയാണ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക? നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് പുണ്യവതിയുടെ ഈ ദർശനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. ഈ നിമിഷം നമുക്ക് ഒന്നുചേർന്ന് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം. ഇഹലോക ജീവിതത്തിൽ മാലായിക്കടുത്ത പരിശുദ്ധിയുടെയും
ആധ്യാത്മിക ശുചിത്വത്തിൻ്റെയും ദൈവ തിരുമനസ്സുള്ള പൂർണ്ണമായ കയ്യാളിപ്പിൻ്റെയും ദർപ്പണമായ വിശുദ്ധ കൊച്ചുത്രേസ്യായെ ഞങ്ങളെ നീ ദയോടെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസ്സിൻ്റെ ആരംഭദശയിൽ തന്നെ സ്വർഗരാജ്ഞി അമലോത്ഭകന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ. ആ മാതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, നമുക്ക് ഈ നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കൊച്ചുത്രേസ്യയെ പോലെ ആഴമേറിയ ഒരു വിശ്വാസത്തിൽ വളരുവാനായിട്ട് പുണ്യവതി നമ്മളെ സഹായിക്കണമേ എന്ന്. ഒപ്പം നമുക്ക് നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പുണ്യവതിയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിയാണ്. നമുക്ക് ഭക്തിപൂർവ്വം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ശിരസ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിന്റെ ഇഷ്ടദാസിയായ ലിസ്യുവിലെ വിശുദ്ധ ചെറുപുഷ്പത്തെ നന്ദിയോടുകൂടി ഞങ്ങൾ ഓർക്കുകയാണ്. എത്രമാത്രമാണ് നീ ആ കൊച്ചു വിശുദ്ധയെ സഹായിച്ചത്, എത്ര ആഴത്തിൽ വിശ്വസിക്കുവാനായിട്ടാണ് നീ അവളെ ഒരുക്കിയത്. സ്നേഹമുള്ള ഈശോയെ, ഞങ്ങളുടെ വിശ്വാസവും നീ വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലിസ്യുവിലെ ഞങ്ങളുടെ കൊച്ചുറാണി എല്ലാ കാര്യങ്ങളിലും നീ വിശ്വാസത്തിൻ്റെ തലത്തിലെടുത്തല്ലോ. വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് സ്നേഹത്തിൽ നീ ആഴപ്പെട്ടല്ലോ. പരസ്പര സ്നേഹത്തിലൂടെയും പ്രോത്സാഹിപ്പിക്കലിലൂടെയും ഒക്കെ നീ വിശ്വാസത്തിൽ വളർന്നു. ജീവിതത്തിലുണ്ടായ സഹനങ്ങൾ പോലും വിശ്വാസത്തിലേക്കുള്ള ഒരു ക്ഷണമായിട്ടാണല്ലോ നീ ഏറ്റെടുത്തത്. ഈ നിമിഷം ആഴമേറിയ ഒരു വിശ്വാസം, ജീവിക്കുന്ന ഒരു വിശ്വാസം നേടിയെടുക്കുവാനായിട്ട്, അനുദിനം ഞങ്ങളുടെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുവാനായിട്ട് പുണ്യവതി നീ ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ ഈശോയോടൊന്ന് പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗത്തിലെ ഈശോദൻ